ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ രണ്ട് അടിപൊളിയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രണ്ട് റെസിപ്പീസ് കാണിക്കാനായിട്ടാണ്. അപ്പോൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ട് കേക്ക് ഡെക്കറേഷൻ്റെ ആ ഒരു ബീഡ്സ് വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ എമൗണ്ട് കൊടുത്തിട്ടാണെങ്കിലും ചെറിയൊക്കെ വാങ്ങിക്കാറുണ്ട് കേക്ക് ഡെക്കറേഷനായിട്ട്. അപ്പോൾ ഈ രണ്ട് ഐറ്റവും നമുക്കിനി പുറത്തുനിന്ന് വാങ്ങണ്ട. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ നമ്മുടെ സാധാരണ അരിപ്പൊടിയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഈ രണ്ട് ഐറ്റവും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഒരുപാട് ക്യാഷ് കൊടുത്ത് നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെ പൊടി, അതായത് ഒട്ടും തന്നെ തരിതരിപ്പില്ലാത്ത ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക, എങ്കിലും നമ്മുടെ ഈ ചെറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതൊന്നും എപ്പോഴും വീട്ടിൽ കാണണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയമൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ്, അതായത് ചേർത്ത വെള്ളവും പഞ്ചസാരയും അരിപ്പൊടിയൊക്കെ നന്നായിട്ട് യോജിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ കട്ടയാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു ലോ ഫ്ലെയിമിൽ, എത്രത്തോളം ലോ ആക്കാൻ പറ്റുമോ അത്രത്തോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് കുറുകി കട്ട കിട്ടും. പിന്നെ നമുക്ക് ആ ഒരു രീതിയിൽ ആ ചെറിയ ഷേപ്പിലൊന്നും നമുക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു കറക്റ്റ് പരുവത്തിൽ തന്നെ നല്ലതുപോലെ കുറുകി കിട്ടും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയല്ല, ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രമേ ഈ ഒരു പരുവത്തിന് കിട്ടുള്ളൂ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് കുറുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി, അതായത് വിനീഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനീഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ, റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയല്ലേ, അപ്പോൾ അതിനൊരു ഫ്ലേവർ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എസൻസ്, ഫ്ലേവേർഡ് എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ജെൽ കളർ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കേണ്ട, ഒരു 3 ഡ്രോപ്സ് ഒക്കെ ചേർത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ കിട്ടും. കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയല്ല, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുറുക്കി എടുത്തതിന് ശേഷം നമ്മളൊരു 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു ചെറിയ ബാറ്റർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് 1 മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച ആ ഒരു രീതിയിലൊന്നും അല്ല, അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒട്ടും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും, നമ്മളൊരു ജെല്ല് പോലെ, അത് നല്ല അടിപൊളിയായിട്ട് ജെല്ല് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അരിപ്പൊടിയിലാണിത് ചെയ്തതെന്നൊന്നും പറയില്ല, അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ റോസ് വാട്ടറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു മണമുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അരിപ്പൊടിയും പഞ്ചസാരയൊക്കെ അല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ കൈ വെച്ച് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഷേപ്പിന് തന്നെ, അപ്പം ആ ഒരു ചെറിയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിന് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരല്പം എണ്ണ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ ആ ഒരു ചെറിയൊരു ആ ഒരു ഷൈനിങ് ഉണ്ടാവും. പിന്നെ നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരിക്കലും ഞാൻ പറയില്ല നമ്മുടെ ചെറിയ അതേ ടേസ്റ്റാണ്, നമ്മൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയൊന്നും പറയുന്നില്ല.
ഇത് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുമാത്രമല്ല, ഇത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ ഇതിന് മുന്നേ ഇട്ടിരുന്ന നമ്മുടെ കേക്കിൻ്റെ റെസിപ്പീസിലൊക്കെ ഈ ഒരു ചെറിയാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചെറിയുടെ ഈ ഒരു ഇതാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ്, അത്രയും റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇത് നമ്മൾ കേക്കിലൊക്കെ സാധാരണയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സ്പ്രിങ്കിൾസും സ്റ്റാർസും അല്ലെങ്കിൽ സ്റ്റിക്സും ഒക്കെ ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ട് പുഡിങ്ങിലും കേക്ക്സിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ അരിപ്പൊടി വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച കംപ്ലീറ്റ് ആ ഒരു മിക്സിങ് ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. കാരണം വേറൊരു ഷേപ്പിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ലോ കോസ്റ്റിൽ സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെച്ചിട്ട് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചെറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കേക്ക് ഡെക്കറേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബീഡ്സ് ഉണ്ടല്ലോ, അതിന് ഷുഗർ ബോൾസ് ഉണ്ടല്ലോ, അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ബട്ടർ മിക്സ് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫൗണ്ടൻറ്റിന് വേണ്ടുന്ന ഐസിങ് ഷുഗർ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ 1 കപ്പ് ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഐസിങ് ഷുഗർ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം, അത് പ്രസ് ചെയ്താൽ ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയ കട്ടകളുണ്ടാവും, അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐസിങ് ഷുഗർ നല്ല പൗഡറായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺ സിറപ്പാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കോൺ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺ സിറപ്പിൻ്റെ വീഡിയോയും മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മേളിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കും, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചല്ല ആ ഒരു ബട്ടറിൻ്റെ ഒരു മിക്സ്, അത് അല്പമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ അല്പമായിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി, ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഫോണ്ടൻറ്റിൻ്റെ വീഡിയോ മുന്നേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്, കാരണം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. അതുമാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ മാവ് ഒട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരല്പം കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഫൗണ്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ ഒരു സമയം നമ്മളിത് ഉപയോഗിക്കരുത്, ഇതൊരു 2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വേണം നമ്മൾ പുറത്ത്, ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല, പുറത്ത് സൂക്ഷിച്ചാൽ മതി. ഒരു 2-3 മണിക്കൂറിന് ശേഷം നമുക്ക് എന്ത് രീതിയിലാണോ ഇത് ഡിസൈൻ ചെയ്തെടുക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഫോണ്ടൻറ്റ് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചതിനേക്കാളും ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ. ഇപ്പോൾ ആ ഒരു ഫോണ്ടൻറ്റ് 3 ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കളേഴ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണ്, ഗോൾഡൻ യെല്ലോ കളറാണ്. ഇത് ജെൽ കളറല്ല, സാധാരണ നമ്മൾ ഈ ബീഡ്സ് ചെയ്യുമ്പോൾ ഡസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ജെൽ കളർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ല, ഇത് സാധാരണ നമ്മുടെ ലിക്വിഡ് കളറാണ്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോണ്ടൻ്റെ ഒരു അല്പം ഒന്നിങ്ങനെ കുഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കളർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ കളറ് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ലിക്വിഡ് കളർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റോറിലും നമുക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആവുന്ന ഒന്നാണ്. അപ്പോൾ ജെൽ കളറും ഡസ്റ്റും ആണ് നമുക്ക് കിട്ടാനൊക്കെ ഒരു അല്പം പാടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീഡ്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത പോലെ തന്നെ ആ ഫോണ്ടൻ്റെ അല്പം കുഴിച്ചിട്ട് അതിലോട്ട് കളർ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ റെഡ് കളറും കൂടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് കുഴിച്ചതിന് ശേഷം കളർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. പിന്നെ ഒരുപാട് കളേഴ്സൊന്നും നമ്മളെ കയ്യിലാവില്ല. ഇതൊക്കെ ഒരു ടിപ്സാണ്. അപ്പോൾ ആ ഒരു റെഡ് കളറിൻ്റെ ഫോണ്ടനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ചെറിയ പീസ് മാറ്റി വെച്ചിട്ടുണ്ട്, അത് വൈറ്റായിട്ട് തന്നെ ചെയ്യാനാണ്. അതായത് വൈറ്റ് ബീഡ്സ് ഒക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ടാണ് ഇത് മാറ്റി വെച്ചേക്കുന്നത്.
അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഓറഞ്ച് കളറിൽ തന്നെ ബീഡ്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അല്പമായിട്ട്, അതായത് ഒരുപാട് വലിയ ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ചെറിയ ബീഡ്സ് മതി എന്നുണ്ടെങ്കിൽ ചെറിയ പോർഷൻസ് ഇതുപോലെ എടുത്തിട്ട് സാധാരണ കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉരുട്ടുന്ന സമയത്ത് കയ്യിലൊരല്പം ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ഷേപ്പിലും നല്ല ഷൈനിങ്ങിലും കിട്ടും. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലുള്ള സാധാരണ ചേരുവ വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ബീഡ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഡ്സ് മാത്രമല്ല, നമുക്ക് സ്പ്രിങ്കിൾസ് വേണമെങ്കിൽ ഇതിൽ ചെയ്തെടുക്കാം. സ്റ്റാറിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിതൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ബീഡ്സിൻ്റെ റെസിപ്പി ഒരുപാട് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ച ഒരാളുണ്ട്. ഷഹാന എന്നാണ് പേര്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും ഈ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബീഡ്സും ചെയ്തെടുക്കാം. അപ്പോൾ ഗീവ് അവേയുടെ കാര്യം ആരും മറക്കരുത്. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്യാം, അതിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിലും ഇതുപോലെ തന്നെ ലൈക്കും കമൻറ്റും കൊടുക്കുക. വ്യൂ ഫുള്ളായിട്ട് ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ചെയ്തെടുത്തിരിക്കുന്ന വൈറ്റ് ബീഡ്സ് ആണ്, വെള്ള മുത്തുകളാണ്. അപ്പോൾ മുത്ത് പോലെ ഇരിക്കും കാണാനായിട്ട്, നമുക്ക് കഴിക്കാനും പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വളരെ കുറച്ച് ഫൗണ്ടൻ്റെ എടുത്തിട്ടുള്ളൂ, അത് വെച്ചിട്ട് നമുക്ക് ഇത്രയും ബീഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഏകദേശം ഒരു 4 കേക്കിനോളം ഈ ഒരു അളവിൽ ബീഡ്സ് മതി. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.